ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ ജോർജിയയിൽ വേറെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് കേട്ടോ. ഞാനൊരു മുമ്പ് ഒരു ചർച്ചിൻ്റെ വീഡിയോ ഇട്ടില്ലേ, ആ സെയിം പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ആ സെയിം പ്ലേസാണ്. ഇത് എക്സാക്റ്റ് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടെയൊക്കെ ഫുൾ രണ്ട് സൈഡിലും ഫ്ലീ മാർക്കറ്റാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം ക്ലോസ്ഡ് ആണ്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് വന്നു. ഇവിടെ നമ്മുടെ അടുത്ത് ഒരു 9:30 ആകുമ്പോൾ എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ നല്ല ഫാസ്റ്റായി വന്നുകൊണ്ട് തന്നെ നമ്മളൊരു 2 മിനിറ്റ്സ് ബിഫോർ എത്തി. ഇത് ഒട്ടും പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. സഡനായിട്ട് തന്നെ വിളിച്ചു പറഞ്ഞു ഡ്രസ്സ് മാറിക്കോ നമുക്ക് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്, പിന്നെ അകത്ത് വേറൊരു കിച്ചണും ഉണ്ട് കേട്ടോ. അങ്ങനെ ഹസ്ബൻഡും മോളും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഉള്ളിലോട്ട്. നമ്മൾ ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാ സ്ഥലത്തെയും കിൻകാലി അത്ര ടേസ്റ്റി അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സിലാണ് നമ്മൾ മിക്കപ്പോഴും പോവാറ്. ഇതാണ് കേട്ടോ അവിടെ ഒരു വേറൊരു കിച്ചൺ. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, പുറത്തൊക്കെ ഇരിക്കാനുള്ള ഇതുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ സമ്മറാണെങ്കിലും നല്ല കാറ്റാണ് രാത്രിയൊക്കെ. അപ്പോൾ ഇവർക്ക് പുറത്തിരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അധികം നേരം പുറത്തത്ര തണുപ്പത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എപ്പോഴെങ്കിലും ഒരു രാവിലെ സമയത്ത് വന്നിട്ട് പുറത്തൊക്കെ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരും പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു. പിന്നെ അവിടെയും അധികം ആൾക്കാരും ഇരിക്കുന്നില്ല, എല്ലാവരും ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഉള്ളിൽ ടേബിള് ഫിക്സ് ചെയ്തു. ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവിടെ ഫുൾ ലൈറ്റുകളായിരുന്നു, ഗ്രീൻ യെല്ലോ ഫുൾ ഇങ്ങനെ കളർ ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കുന്നുണ്ട്. മോള് ഭയങ്കര ഹാപ്പി. പിന്നെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. മോൾക്ക് കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അവരുടെ കൂടെ കളിക്കാനും ഓടി നടക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ അവൾ എനിക്കിങ്ങനെ കാണിച്ചു തരാം, അമ്മ അമ്മ വിളിച്ച് എനിക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരാണ്. അവൾ ഹാപ്പി ആയപ്പോൾ നമ്മളും പിന്നെ ഓക്കെ ആയി. അതിന് അവിടെ ലൈവ് മ്യൂസിക് ഉണ്ടായിരുന്നു, കുറേ ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു നീയും പോയി കളിച്ചോ മോളിയും കൊണ്ടുവന്ന്. പക്ഷെ നമുക്കൊരു മടി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ആദ്യമൊന്നും ഞാൻ കളിച്ചില്ല. അത് കഴിഞ്ഞ് ഇവിടെ ഇവർ ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ, എന്ത് വേണം എന്ത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് അറിയാം ഞാൻ എന്താ കഴിക്കാന്നുള്ളത്, പിന്നെ എൻ്റെ കാര്യം പുള്ളി നോക്കിക്കോളും. അത് കഴിഞ്ഞ് ഫുഡൊക്കെ എത്തി. കച്ചാപ്പൂരിയും ലോബിയാനിയും പിന്നെ സാലഡും എല്ലാം വന്നിട്ടുണ്ട്. കിൻകാലി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടുത്തെ മറ്റൊരു ട്രഡീഷണൽ ഫുഡാണ് ലോബിയാനി. ഉള്ളിൽ നമ്മുടെ പയറില്ലേ അതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ മോൾ ഫുൾ സെറ്റായി. മോൾക്കൊരു ഫ്രണ്ടിനെ കിട്ടി, അവർ ഫുൾ ഹാപ്പി. ഇവിടെ ജോർജിയൻസിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മറ്റേ കുട്ടിയുടെ ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു, പിന്നെ ആ ഗ്രാൻഡ് മദർ ആയിരുന്നു കേട്ടോ ഇവർ രണ്ടുപേരുടെയും പിന്നാലെ. അവർ ഫുൾ ഹാപ്പി, അങ്ങോട്ട് ഓടിക്കളിക്കലായിരുന്നു. ഭാഷയൊന്നും അവർക്കൊരു പ്രശ്നമല്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. മോളിടയ്ക്ക് ഓരോന്ന് പറിക്കാൻ നോക്കുന്നുണ്ട്. ഏകദേശം നല്ല വലിപ്പമുണ്ട്. ഞാൻ എൻ്റെ കൈ വെച്ച് നോക്കാം കേട്ടോ എത്ര വലിപ്പമുണ്ടെന്നുള്ളത്. നല്ല റെഡ് കളറൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ എവിടെ ചെന്നാൽ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട് കാണാൻ പറ്റും. ഇത് മുന്തിരിയാണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, ഒന്നും പഴുത്തിട്ടില്ല. നമ്മുടെ അവിടുത്തെ പെറ്റോണിയ എന്ന് പറഞ്ഞ ചെടിയൊക്കെ ഇവിടെ നിറയെ ഈ സമ്മർ സീസണിൽ കാണാൻ പറ്റും കേട്ടോ. കുറച്ച് മോള് ഫുൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യലാണ്, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. പിന്നെ നമ്മുടെ അവിടുത്തെ ഒരു ഒച്ചിനെ കണ്ടു കേട്ടോ, ഫുൾ വലിയ സൈസായിട്ട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത, പട്ടികൾ എല്ലായിടത്തും ഉണ്ടാവും. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവർ ഫുൾ വാക്സിനൊക്കെ കറക്റ്റ് ടൈമിൽ കൊടുത്ത് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂറുണ്ട് തിരിച്ചങ്ങോട്ട് ഡ്രൈവ്. നമ്മൾ ഹാപ്പിയായി. ഇനി നെക്സ്റ്റ് ടൈം ഒരു മോർണിംഗ് ടൈമിൽ വരണമെന്നും ഇനിയും ഇങ്ങനത്തെ വെറൈറ്റി റെസ്റ്റോറൻറ്റ്സിൽ എന്നെ കൊണ്ടുപോകാമെന്നൊക്കെ അവർ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ആസ്വദിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.